പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. സ്വാഭാവികമായും ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ ആൽബത്തിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ അഭിനയം തൊഴിലായി സ്വീകരിച്ചത് എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനെയും പോറ്റാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഇത്രയും ആൽബങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്ക് കുഞ്ഞിന് സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള അതിന് പോലും വരുമാനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തൊഴിലുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്? ഓരോ ആൽബത്തിനൊക്കെ 5ഉം 4ഉം 3ഉം 6ഉം ഒക്കെ രൂപ മേടിക്കുന്ന ഞാനാണ്. അത് മേടിച്ച് നമ്മുടെ വീട്ടിലെ കാര്യം, ഇവിടെ വീട്ടിലെ ആൾക്കാരുണ്ട്. കുഞ്ഞിന് അസുഖമായ അവൻ്റെ കാര്യം നോക്കണം, മൂത്ത മോന് കൊടുക്കണം, പപ്പായ്ക്ക് കൊടുക്കണമെന്നല്ല, ഇവിടുത്തെ വീട്ടിലെ ചിലവ് മുഴുവൻ കറണ്ട് ചാർജ് അടയ്ക്കണം, അത് അടയ്ക്കണം, ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ബാഗിൻ്റെ കാര്യം ഞാൻ വിട്ടു. ഞാനിങ്ങനെ ഓടി നടപ്പല്ലേ. ബാഗിൻ്റെ കാര്യം ഞാൻ വിട്ടു. ഞാനിങ്ങനെ ഓടി നടപ്പല്ലേ. ബാഗിൻ്റെ കാര്യം ഞാൻ വിട്ടു. ഞാനിങ്ങനെ ഓടി നടപ്പല്ലേ. പിന്നെ ബാഗിൻ്റെ കാര്യം ഞാൻ വിട്ടു. ഞാനിങ്ങനെ ഓടി നടപ്പല്ലേ. നമ്മൾ നോക്കുമ്പോൾ ചേച്ചിക്ക് ഡെയിലി വർക്കുണ്ട്, ആൽബം ഉണ്ട്, മ്യൂസിക്കൽ ആൽബം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ചേച്ചി ഏൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ദാരിദ്ര്യം പറയുന്നത് എന്തിനാണ് ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിച്ചു. 5-6 കൂടുതൽ ഞാൻ മേടിച്ചിട്ടില്ല ആൽബത്തിന്. വണ്ടിക്കൂലി എങ്ങനെ പറയാനത്? ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. മരിച്ചു മണ്ണോട് ചേർന്നില്ല. ഇപ്പോഴും ഞാൻ പറയണ മണ്ണോട് ചേർന്നില്ലേ, നാണമാകുന്നില്ലേ? മരിച്ചവരെ ബഹുമാനിക്കണ്ടേ? സുധിച്ചേട്ടൻ ഓർമ്മ ദിവസം അലൻ ജോസ് പെരേര രേണുവിന്റെ വീട്ടിൽ വെച്ച് ബ്രേക്ക് ഡാൻസ് കളിക്കുന്നു. അത് കണ്ട രേണു കൈയടിച്ച് തുള്ളുന്നു. പട്ടി കഴിവേറടാ മോളെ. മരിച്ചവരെ ബഹുമാനിക്കണ്ടേ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? മരിച്ചവരെ ബഹുമാനിക്കണ്ടേ? എന്തിനാണ് അതൊക്കെ പറയുന്നത്? എനിക്ക് സങ്കടം വരുന്നത്, സത്യമായിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ച് കരണ കുറിച്ച് പൊളിച്ചോളൂ. ഞാൻ പോകുന്നു. ബൈ ബൈ.